ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മാത്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം മുഴുവനായിട്ടും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മാത്സിന്റെ മലയാളം മീഡിയത്തിന്റെ 4ാം ക്ലാസ്സിലെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആയ ഇംഗ്ലീഷ്, മാത്സ്, EVS, മലയാളം എന്നിവയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മാത്സ് ആണ്. അതായത് ഏതൊക്കെ പാഠങ്ങളാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ്. അതായത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതില് നമുക്ക് പഠിക്കാനുള്ളത് 6 പാഠങ്ങളാണ്. അതായത് ലൈൻസ് ആൻഡ് ഷേപ്സ്, ബിയോണ്ട് thousands, how many numbers, increasing numbers, its time, decreasing numbers. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പൊ അതിൽ ഒരുപാട് ലൈൻസിനെയും കുറിച്ചിട്ട് ഷേപ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ പാഠം ആരംഭിക്കുന്നത് എന്താണ്? അതായത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ? see the picture. ഇവിടെ കൊടുത്തിട്ടുണ്ട് see the picture. What are all the things that you have seen? Discuss with your friends and write in your notebook. അതായത് നിങ്ങൾ ഈ ചിത്രം നിരീക്ഷിച്ചതിന് ശേഷം എന്തെല്ലാം സാധനങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, അതെന്താണ് നിങ്ങൾ കൂട്ടുകാരുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഹൗസ് കാണാനുണ്ട്, സ്കൂൾ കാണാനുണ്ട്, സ്റ്റുഡൻസ് കാണാനുണ്ട്, അതുപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ട്രീ, പ്ലേ ഗ്രൗണ്ട്, ഗേറ്റ്, അതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ളതാണ് ഇങ്ങനെ ഓരോ ഷേപ്സ് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ, രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്. നെക്സ്റ്റ് പിക്ചറിലോട്ട് പോവുകയാണെങ്കിൽ see and draw. അതായത് you saw the pictures on the first page, didn't you? അതായത് നമ്മളിപ്പോ ഫസ്റ്റ് പേജിൽ ഒരുപാട് ചിത്രങ്ങൾ കണ്ടു. Did you notice the pictures on the wall? അതായത് ഈ വാളിൽ കൊടുത്തിട്ടുള്ള ഈ പിക്ചേഴ്സ് ആണ് അവർ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? Draw the pictures you like the most. അതായത് നിങ്ങൾക്ക് ഇതില് ഷിപ്പിനെയോ കാറ്റിനെയോ ഫിഷിനെയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരെണ്ണത്തിന് ഈ ബോക്സിന്റെ അവിടെ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഷിപ്പിന്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അടുത്തതാണ് സെലിബ്രേഷൻസ് എന്ന് പറയുന്നത്. What day is celebrated on 8th of June in കടലുകാണി സ്കൂൾ? അതായത് കടലുകാണി സ്കൂളില് ജൂൺ 8-ന് എന്താണ് ആഘോഷിക്കുന്നത്? അതിൽ കൊടുക്കുന്നുണ്ട് വേൾഡ് ഓഷ്യൻസ് ഡേ ആണ്. എന്താണ് വേൾഡ് ഓഷ്യൻ ഡേ? അപ്പൊ നിങ്ങള് വേൾഡ് ഓഷ്യൻ ഡേ എന്ന് എഴുതുക. അടുത്തത് എന്താണ്? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കളർ ദ ഫിഷ് എന്നതാണ്. കളർ ദ ഫിഷ്. There is an exhibition in കടലുകാണി സ്കൂൾ as a part of World Ocean Day celebration. അതായത് ഓഷ്യൻ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവരുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. Anu, Subbi, Atul are making different kinds of paper fishes and decorations. ആരൊക്കെയാണ്? അതുല്, സുബി, അൻതുൽ എന്ന് പറയുന്നവര് വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ കൊണ്ടുള്ള ഫിഷുകളാണ് അവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവരുണ്ടാക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. See how they hung their paper fishes using strings. അതായത് സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ട് അവര് തൂക്കിയിട്ടുള്ള പേപ്പർ ഫിഷസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Color this and make them pretty. അപ്പൊ നിങ്ങൾ ക്രയോൺ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ നല്ല ഭംഗിയിൽ നിങ്ങൾ ക്രയോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്രയോൺ വെച്ച് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. അടുത്തത് എന്താണ് പറയുന്നത്? ഡ്രോ ആൻഡ് കളർ എന്ന് പറയുന്നതാണ്. അതായത് വരക്കാനും കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഡ്രോ അതർ ഷേപ്സ് ജോയിനിങ് ദോസ് ബിലോസ് ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. അതായത് നമുക്കൊരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോടൊരു ചിത്രം വരക്കാനാണ്. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ടുള്ള ചിത്രം, സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരക്കുക. അതിനുശേഷം അതിനെ കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല മനോഹരമായിട്ട് കളർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് അടുത്തത് ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതും നിങ്ങൾ വരച്ചതിന് ശേഷം ഇതൊക്കെ കളർ ചെയ്യണം. അപ്പൊ നിങ്ങൾ കളർ ചെയ്തിട്ട് ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താ? ഷേപ്സ്. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷ്? അതായത് നിങ്ങൾ ഈ പേപ്പർ ഫിഷ് ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതില് ഒരുപാട് ഷേപ്സ് കാണുന്നുണ്ട്. അതായത് റെക്റ്റാങ്കിൾ ആയിട്ടും ട്രയാങ്കിൾ ആയിട്ടും സർക്കിൾ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഷേപ്സ് കാണാനുണ്ട്. Draw the shapes you know the complete and table. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്സ് അതിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് വരക്കുകയും അതിന്റെ പേര് എഴുതുകയുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇതെന്താണ്? നമുക്കറിയാം ഇതെന്താണ്? സർക്കിൾ ആണ്. അപ്പൊ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഇതെന്താണ്? ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ
ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എന്താണ് റെക്ടാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ റെക്ടാങ്കിൾ നമ്മള് ഇങ്ങനെ വരയ്ക്കും. ഇതാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഷേപ്സും അതിന്റെ പേരും എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഈർക്കിൽ ഫിഷ് ആണ്. മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ ബിറ്റ്സ്. അതായത് നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ എന്താണ് ഒരു ഫിഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The picture shows the fish and Adul made by sticking ഈർക്കിൽ bits on paper. Can you make a such figures? Use them for the Ocean Day celebration. അതായത് നിങ്ങളോട് എന്താണ് പറയുന്നത് ഈർക്കിലി ഉപയോഗിച്ച് ഒരു പേപ്പറിൽ ഈർക്കിളികളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു ഫിഷ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, ആദ്യം ഒരു ഇങ്ങനത്തെ ഈർക്കിളി എടുക്കാം, then ഇങ്ങനത്തെ ഈർക്കിളി, അതിനുശേഷം ഇങ്ങനത്തെ ഈർക്കിളി എടുക്കുക, then അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഈർക്കിളി എടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ ഈർക്കിളികളും ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അതേ ഷേപ്പിൽ ഇങ്ങനെ ഒക്കെ ആക്കുക. then ഇതുപോലെ ഇങ്ങനെ ആക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മളൊരു ഫിഷിന്റെ രൂപത്തിലുള്ളൊരു ഇത് ഒട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈർക്കിളികൾ ഒരു പേപ്പറിൽ ഒട്ടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, അടുത്തത് എന്താണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത് to decorate the classroom in school, new figures are to be drawn. Some butterflies draw using various shapes. Color it and make it pretty. അതായത് ഇവിടെ ബട്ടർഫ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നല്ല ഭംഗിയിൽ ഇതിനൊക്കെ ഓരോ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കളർ ചെയ്യുക. അപ്പൊ ഇത് കളർ ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ഓരോന്നിനും നല്ല വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇത് കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, then ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് write the names of the shapes in this picture. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഷേപ്സ് എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് സർക്കിൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് റെക്ടാങ്കിൾ കാണുന്നുണ്ട്. റെക്ടാങ്കിൾ ആണിത്. അപ്പൊ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ട്രയാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ. ഇനി ഇവിടെ ഒരു പസിൽ ഉണ്ട്. പസിൽ കോർണർ. ഓൺലി 3 lines are needed to make me. Who am I? അതായത് എന്നെ വരയ്ക്കാൻ 3 വരകൾ മാത്രമാണ് ആവശ്യമുള്ളത്. ഇത് ആരാണ്? ഞാൻ. ആരാണ്? അതായത് നമ്മളിപ്പോ സർക്കിൾ ആക്കുമ്പോൾ അതിന് ഒരു ലൈൻസും വേണ്ട. പക്ഷെ നമുക്ക് സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ ആണെങ്കിൽ നമുക്ക് 1, 2, 3, 4 എണ്ണം വേണം. അപ്പൊ അതല്ല. എന്നാൽ നമ്മൾ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ എന്താ 1, 2, 3 3 അപ്പൊ എന്താണ് ട്രയാങ്കിൾ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ. അപ്പൊ നിങ്ങൾ ട്രയാങ്കിൾ എന്ന് എഴുതാം. then അടുത്തത് എന്താണ് മെഷറിംഗ് സൈഡ്സ് എന്നാണ്. യൂസ് എ റെക്ടാങ്കിൾ കാർഡ് ഇൻ ദ മാച്ച് ബോക്സ് ടു ഡ്രോ എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ വരക്കുക. then അതിന്റെ സെന്റിമീറ്റേഴ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, then how many sides does the rectangle have? എത്ര സൈഡ്സ് ആണ്? 1, 2, 3, 4. അപ്പൊ 4 ആണ്. then corners 1, 2, 3, 4. അതും 4 ആണ്. അപ്പൊ 4 എന്ന് എഴുതാം. use ruler to measure the sides of the rectangle you have seen. അതായത് സ്കെയിൽ റൂളർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സൈഡ്സ് അടയാളപ്പെടുത്താനാണ്. എത്രയാണ് സെന്റിമീറ്റർ അത് ചെയ്യാനാണ്. അപ്പൊ സൈഡ് 1 ഞാനിവിടെ 4 സെന്റിമീറ്റർ നിർത്തും. സൈഡ് 2 3 സെന്റിമീറ്റർ, സൈഡ് 3 4 സെന്റിമീറ്റർ, സൈഡ് 4 3 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. Do you notice any special about these lines? Write your findings. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റെക്ടാങ്കിൾ വരച്ചപ്പോ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? ഒരു റെക്ടാങ്കിൾ വരച്ചപ്പോ എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? അതായത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ലൈനും അതായത് ഈ ലൈനും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലൈനും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ലൈൻസ് ആർ ഈക്വൽ. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത്. then അടുത്തത് ഈർക്കിൽ റെക്ടാങ്കിൾ ആണ്. See the shapes Atul and Binsa made using ഈർക്കിൽ bits of length 8 cm and 5 cm. അതായത് അതിലും ബിൻസയും ഉണ്ടാക്കിയിട്ടുള്ള ഈർക്കിൽ ബിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഇത് അതുൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് ബിൻസ ഉണ്ടാക്കിയിട്ടുള്ളത്. which is rectangle? ആരുടെയാണ് റെക്ടാങ്കിൾ? അതുലിന്റെ ആണ് റെക്ടാങ്കിൾ. അതുൽസ് ഫിഗർ ആണ് റെക്ടാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. in Adul's figure the left and right sides go straight up and the figure Binsa made not rectangle. Why? എന്തുകൊണ്ടാണ്? ഇതൊരു റെക്ടാങ്കിൾ അല്ല. അതായത് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആകണം. ഇവിടെ ഇതെന്താണ്? ഇത് ഈക്വൽ അല്ല. അപ്പൊ നമുക്കിത് പറയാം it is not a rectangle. അപ്പൊ എന്താണ്? Binsa's figure is not a rectangle because the sides are slanted. അതായത് ചെരിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റെക്ടാങ്കിൾ അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. then അടുത്തത് എന്താണ് പറയുന്നത്? റെക്ടാങ്കിൾ സ്പെഷ്യാലിറ്റി ആണ് പറയുന്നത്.
Write the specialities of a rectangle. അതായത് ഒരു റെക്ടാങ്കിളിന് എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണ്, പ്രത്യേകതകളാണ് ഉള്ളത്. അപ്പൊ ഇത് പഠിക്കുക, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും, ഒരു പോയിന്റ് ഒക്കെ തന്നിട്ട് അടുത്ത പോയിന്റ് ഒക്കെ എഴുതാൻ. അപ്പൊ നമ്മൾ റെക്ടാങ്കിൾ നോക്കുകയാണെങ്കിൽ റെക്ടാങ്കിളിന് 4 sides ഉണ്ട് എന്ന് പറയാം. അതുപോലെ rectangle has 4 sides. അതുപോലെ തന്നെ rectangle has 4 corners. 1, 2, 3, 4. അപ്പൊ അത് നമുക്ക് പറയാം rectangle has 4 corners. Then the top and bottom lines are horizontal. The left and right sides are vertical. അതായത് bottom side horizontal ആയിരിക്കും, left ഉം right ഉം sides vertical ആയിരിക്കും. Okay. Then അടുത്തത് opposite sides are equal. അതായത് ഈ സൈഡും equal ആയിരിക്കും. Then opposite ആയിട്ട് ഈ സൈഡും equal ആയിരിക്കും. അപ്പൊ അതും നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. Then അടുത്തത് different rectangles എന്നതാണ്. See rectangles Anoop draw using rectangle cards in this match box. അതായത് അനൂപ് വരച്ചിട്ടുള്ള കുറച്ച് rectangle cards ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Okay. അപ്പൊ എന്താണ് ഇത്? സൈഡ് 1 എന്ന് പറയുന്നത് rectangle 1, rectangle 2, rectangle 3, rectangle 4. അപ്പൊ ഇതിൽ നിങ്ങൾ rectangle 3 ഉം rectangle 4 ഉം ഒന്ന് നോട്ടീസ് ചെയ്യുക. ഏകദേശം എല്ലാ സൈഡുകളിലും ഒരേ ലെങ്ത് ആണ് നമുക്ക് മനസ്സിലാക്കും. മറ്റുള്ളതിന് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വൽ. പക്ഷെ ഇതിൽ 4 സൈഡ്സും ഈക്വൽ ആണ്. Okay, 4 sides equal ആണ്. Then ഇവിടെ കൊടുത്തിട്ടുണ്ട് measure the sides using a ruler and write in table. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നതുള്ളൂ. കാരണം നിങ്ങൾ റൂളർ ഉപയോഗിച്ചിട്ട് അത് അളന്നെഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി കാണാൻ പറ്റും. അതായത് rectangle 3 and 4 സ്ക്വയർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതവിടെ എഴുതി ചേർത്താൽ മതി. Then അടുത്തത് സ്പെഷ്യൽ rectangle എന്ന് പറയുന്ന ടോപ്പിക് ആണ്. We have seen different rectangles. Look at the third and fourth rectangles. അതായത് നമ്മൾ third ഉം fourth ഉം കണ്ടതായിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു rectangle ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു rectangle ആണ് നമുക്ക് third ഉം fourth ഉം കാണുന്നത്. third ഇത് fourth അതാണ് നമുക്ക് കാണുന്നത്. Okay, അപ്പൊ അതിൽ എന്താ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? look at the third. Take circle make to such a rectangle. അങ്ങനത്തെ rectangle ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. What is the special about the length of circle bits you took? അതായത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതാക്കുമ്പോ എന്ത് സ്പെഷ്യാലിറ്റി ആണ് ലെങ്ത്? അതായത് സെയിം ലെങ്ത് ആയിരിക്കും ഇതിനും സെയിം ഈക്വൽ സെയിം ലെങ്ത് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈക്വൽ ലെങ്ത് സെയിം ലെങ്ത്. അപ്പൊ അത് നിങ്ങൾ എഴുതാം. then puzzle പറഞ്ഞിട്ടുണ്ട്. One corner of a rectangle sheet of paper is cut out. How many corners does it have? അതായത് നമ്മൾ ഒരു റെക്ടാങ്കിളിലെ ഷീറ്റ് എടുത്തു. അതിൽ നിന്ന് നമ്മൾ ഒരു കോർണർ എന്ത് ചെയ്തു? ഒരു കോർണർ നമ്മൾ മുറിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി. അപ്പൊ നമുക്കുള്ള ഷേപ്പ് ഇങ്ങനെ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇനി എത്ര ഉണ്ടാകും? 1, 2, 3, 4, 5. അപ്പൊ 5 കോർണർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 5 എന്ന് നിങ്ങൾ അവിടെ 5 എന്ന് എഴുതുക. ഓക്കെ, അടുത്തത് സ്ക്വയർ. എന്താണ് സ്ക്വയർ? The rectangle with all sides and all equal length is called square. അതായത് 4 വശങ്ങളും തുല്യമായിട്ടുള്ള ലെങ്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. Okay, then all squares are rectangle but all rectangles are not square. എല്ലാ റെക്ടാങ്കിളും എന്താണ്? സ്ക്വയേഴ്സ് ആണ്. പക്ഷെ എന്താണ്? പക്ഷെ എല്ലാ rectangles are not squares. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay, then അടുത്തത് specularities of square ആണ്. സ്ക്വയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? There have 4 sides. 1, 2, 3, 4 sides and there are 4 corners. Then 4 sides are equal length. 4 സൈഡുകളും ഈക്വൽ ആയിരിക്കും. Opposite sides of a rectangle are parallel to each other. അതായത് opposite sides സ്ക്വയറിന്റെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. then അടുത്തത് square within rectangle ആണ്. Draw a single line inside this rectangle to draw a square ആണ്. അതായത് ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് അതിനെ റെക്ടാങ്കിളിന്റെ ഒരു സ്ക്വയർ ആക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്? ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ലൈൻ അപ്പൊ ഇവിടെ വരക്കുക. Okay, then making a cube ആണ്. Draw a square as shown below in a thick sheet of paper and cut with the help of teacher make a cube. അപ്പൊ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ പേപ്പർ നമ്മുടെ ചട്ട ഉപയോഗിച്ചിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കാനാണ് ടീച്ചറുടെ സഹായത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ജിയോ ബോർഡ് ആണ് പറയുന്നത്. ജിയോ ബോർഡ് എന്താണ്? Make a rectangles and square using rubber band on the geo board in MathLab. അതായത് MathLabലെ ജിയോ ബോർഡ് ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് വെച്ചിട്ട് സ്ക്വയേഴ്സും റെക്ടാങ്കിൾസും ഉണ്ടാക്കാനാണ്. Find the length of sides. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജിയോ ബോർഡിൽ ഉണ്ടാക്കിയിട്ടുള്ള റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ലെങ്ത്തുകൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. What figure is to be caught by looping a rubber band around a peg at 3
pegs are nearest to the point. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, അതായത് ഇവിടെ ഒന്ന് എന്താണ് ഒരെണ്ണത്തിന്റെ അടുത്തുള്ള മൂന്നെണ്ണം, 1 2 3 മൂന്നെണ്ണം, 1 2 3 4. അപ്പൊ നമുക്ക് എന്താ കിട്ടാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, അതായത് ഇതിന്റെ അടുത്തുള്ളത് എന്ന് പറയുമ്പോ 1 2 3. അപ്പൊ എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ എന്ന് എഴുതാം. then അടുത്തത് മാത്സ് ക്ലബ് ആണ്. see how they decorate the classroom for math club inauguration. math club inaugurationൽ അവർ എങ്ങനെയാണ് എന്താ പറയാ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചിത്രം കൊടുത്തിട്ടുള്ളത്. what all shapes are among them. ഇതിൽ എന്തൊക്കെയാണെന്നുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. the picture belongs some of these pictures, write them each of under it. അതായത് ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് കോൺ ആണ്. അപ്പൊ കോൺ എന്ന് എഴുതാം. then ഇത് ക്യൂബ് ആണ്, അതായത് സ്ക്വയർ ബ്ലോക്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യൂബ് എന്ന് എഴുതാം. then ഇത് റെക്ടാങ്കുലർ ബ്ലോക്ക് ആണ്, അതായത് ക്യൂബോയിഡ് എന്ന് എഴുതാം. then ഇത് സ്ഫിയർ ആണ്. then അതിലുള്ളതാണ് സിലിണ്ടർ എന്ന് പറയുന്നതും ഉണ്ടായിരുന്നു അതില്. അതായത് ഇതെന്താണ് സിലിണ്ടർ. അപ്പൊ സിലിണ്ടറും ഉണ്ട്, അത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. then let's find out എന്ന് പറഞ്ഞിട്ടുണ്ട്. classify the various familiar objects we see around us according to their shapes. അതായത് നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷേപ്പുകൾ എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് റെക്ടാങ്കുലർ ബ്ലോക്ക്, ക്യൂബോയിഡ് ഏതാ, സ്ഫിയർ ഏതാ, ക്യൂബ് ഏതാ, കോൺ ഏതാ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഓരോ സാധനങ്ങളുടെ പേര് എഴുതാനാണ്. അപ്പൊ നമുക്ക് റെക്ടാങ്കുലർ ബ്ലോക്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം, അതായത് ബ്രിക്ക്, ഇഷ്ടിക എഴുതാം, ബോക്സ് എഴുതാം, ബുക്ക് എഴുതാം, അതുപോലെ തന്നെ നമുക്ക് വുഡൻ പീസ് എഴുതാം, അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ എഴുതാം. അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. then അടുത്തത് സ്ഫിയർ ആണ്. റൗണ്ട് ഷേപ്പിനുള്ളത് ഏതാ, സണ്ണ്, ഗ്ലോബ്, എർത്ത്, അതൊക്കെയാണ്. ക്യൂബ് ഷേപ്പില് ക്യൂബ്, ഡൈസ്, അതുപോലെ ഐസ് ക്യൂബ് വേണമെങ്കിൽ എഴുതാം, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. then കോൺ ഷേപ്പില് ഐസ്ക്രീം കോൺ, അതുപോലെ തന്നെ ക്യാപ്പ് ഒക്കെ കോൺ ഷേപ്പിലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. then അടുത്തത് ടാൻഗ്രാം ആണ്. അതായത് the cover page of the textbook show various figures formed by using the shapes shown below. അപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജ് നോക്കുകയാണെങ്കിൽ വാരിയസ് ആയിട്ടുള്ള ഫിഗേഴ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഷേപ്പുകളാണ് കാണുന്നത്. മേക്ക് എ ന്യൂ ഫിഗർ യൂസിങ് ദിസ് പിക്ചേഴ്സ് ഓഫ് ട്രയാങ്കിൾ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഷേപ്സ് ഉണ്ടാക്കാനാണ്. അതായത് നമ്മളിപ്പോ ഷേപ്സ് ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഒരു റെക്ടാങ്കിൾ വെച്ചു, പിന്നെ ഒരു എന്താ പറയാ ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് നമ്മൾ കണ്ണ് വരച്ചു, അതിനുശേഷം ഇങ്ങനെ വരച്ചു. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഫിഷിനെ വരച്ചു. അതുപോലെ ഇത് വെച്ചിട്ടൊരു ഫിഗേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റീസ്, അതായത് 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ലെറ്റ് ആസസ് എന്ന് പറയുന്ന ഭാഗത്ത്. അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് ടിക്ക് ദ റെക്ടാങ്കിൾസ് ആൻഡ് ദ ഫിഗർ ബിലോ സ്ക്വയർ വിത്ത് റെഡ്. അതായത് റെഡ് കളർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കളർ ചെയ്യാനും അതുപോലെ തന്നെ റെക്ടാങ്കിളിന് ടിക്ക് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. then നമുക്ക് സ്ക്വയറിന് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കളർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. അതായത് അവൻ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. ഹി പേസ്റ്റഡ് കളർ സ്ട്രിങ്സ് അലോങ് ദ 4 sides and squares 8 cm. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ഫിയർ യൂസ്ഡ്. അതായത് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 8. അപ്പൊ 4 × 8 32 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. ഡ്രോ എ rectangle in the notebook using rectangular card and draw the square on both shorter and longer side using a ruler. Measure their sides and write down them. അപ്പൊ ഇതുപോലെ ആയിരിക്കും ഫിഗർ വരിക. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വരച്ചു നോക്കുക. then അടുത്തത് ഫോർത്ത് എന്താണ്, the length of the sides of some figures are given below. Which of these used to draw rectangles. അതായത് ഈ ആൻസർ ആണ്, സി ആൻസർ ആണ് കറക്റ്റ്. then അടുത്തത് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, which of the length below cannot be used to draw a square. സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റാത്തത് ഇതിലേതാണ്, then ഡി ആണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഇതിലൊരിക്കലും ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റില്ല. then സിക്സ്ത് എന്ന് പറയുന്നത് എന്താണ്, അതായത് which is the next picture. അതായത് ഇതിന്റെ അടുത്ത പിക്ചർ ഏതാണ്, ഫസ്റ്റത്തെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, then സെക്കൻഡ് ഇങ്ങനെ, തേർഡ് ഇങ്ങനെ. അപ്പൊ ഇതെങ്ങനെ ഫോർത്ത് ഇങ്ങനത്തതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പാഠം നമുക്ക് അടുത്ത വീഡിയോകളിലായി പഠിക്കാം. അപ്പൊ ഒന്നാമത്തെ പാഠം ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈൻസിനെ കുറിച്ചും ഷേപ്സിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.